ഈ ഒരു അവസരത്തിലേക്ക് വരാൻ പോകുന്നത് ഒരു പ്രവാസിയായിരിക്കെ സുഹൃത്തിൽ നിന്ന് ഒരു ബിസിനസിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് വലിയ രീതിക്കുള്ള മാറ്റം കൊണ്ടുവരാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കറിയാൻ പറ്റും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ പ്രസന്റേഷൻ ആണ്. ദി കിങ് ഓഫ് പ്ലാൻ പ്രസന്റേഷൻ നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു വേദിയിലേക്ക് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാണ്. നല്ലൊരു ഹാർട്ടിന്റെ സിമ്പിളും ഒരു ലൈക്കൊക്കെ കൊടുത്തുകൊണ്ട് ഒന്ന് ചാർജ് ആയിക്കൊണ്ടൊന്ന് ആവേശത്തോടു കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുക. സോ നമ്മുടെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷന് വേണ്ടിയിട്ട് ഞാൻ ആ വ്യക്തിയെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം Abdur Rauf sir. Please welcome on screen, please sir. Thank you Razak sir. Thank you so much. Your warm welcome. വളരെ മനോഹരമായിട്ട് എന്നെ വെൽക്കം ചെയ്തു. Thank you so much. So റസാഖ് സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്ദുർ റൌഫ് എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന നല്ലൊരു ബന്ധുവിന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള അത്രയും വ്യക്തികളെ ഒരിക്കൽ കൂടി കൃത്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിത തിരക്കിനിടയിലും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്പനേരം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാത്രമായ എന്തോ നടക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. കഴിഞ്ഞ ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ എനിക്കും ഇതേപോലെ കിട്ടിയ ഒരു അവസരമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ജീവിതം ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത്. നല്ലൊരു ബന്ധു, നല്ലൊരു സുഹൃത്ത് നിങ്ങളോട് എന്തും പറഞ്ഞാലും നിങ്ങൾ അത് അനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈബ്രന്റ് വിവയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എല്ലാവരും തന്നെ നന്നായിട്ട് പണിയെടുത്ത് മാന്യമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒന്നിന്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെടുത്ത് പണിയെടുത്തിട്ടും എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരാം. എല്ലാവരും ആഗ്രഹിക്കുന്ന 2 കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈലും വിത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും. ആരോഗ്യപരമായ ഒരു ജീവിതവും സാമ്പത്തികപരമായ ഒരു സെക്യൂരിറ്റിയും. ഇതെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്ന പണം എല്ലാം എവിടെ പോകുന്നു അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന്റെ പേരാണ് മൊണ്ടേക് സിംഗ് ആൽവാലിയ എന്ന് പറയും. എക്സ് ഡെപ്യൂട്ടി ചെയർമാൻ സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ലിവിംഗ് കോസ്റ്റ് അഥവാ ജീവിത ചെലവുകൾ 35% കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കതൊരു വ്യക്തത കിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു എക്കണോമിക് സർവേ ഉണ്ട്. ഇന്ത്യയിൽ നടത്തിയ ഒരു എക്കണോമിക് സർവേ ആണ് ഒരു മാസത്തിൽ നമുക്ക് വരുന്ന ലിവിംഗ് കോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. 1980 കാലഘട്ടങ്ങളായിരുന്നെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാസത്തിൽ ചെലവാക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഒരു 10,000 രൂപക്ക് അടുത്തായിരുന്നു. പക്ഷെ അത് 20 വർഷം കൂടി പിന്നിട്ടു. 2000 എത്തിയപ്പോൾ അത് 10,000 രൂപയിലേക്ക് നമ്മൾ പോലും അറിയാതെ കൂടിയിട്ടുണ്ട്. 2000 നമ്മൾ ജീവിച്ചു പോകുന്ന കുറെ ആളുകൾ ജീവിച്ചു പോകുന്നതായിരിക്കും 2000. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2020-24 കാലഘട്ടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരു അണു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ചെലവാക്കേണ്ട പണം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപക്ക് അടുത്താണ്. അത് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. മാന്യമായിട്ട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപ മാസം എക്സ്പെൻസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം എന്നാണ്. ഇങ്ങനെ ഇതേ സ്ട്രാറ്റജി, ഇതേ എക്കണോമിക് സർവേ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2040 എന്ന് പറയുന്ന ഒരു വർഷം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും അണുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിന് 2040 ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാസത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപക്ക് അടുത്ത് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പണ്ട് ഒരു 2000 ഉണ്ടായിരുന്ന പെട്രോളിന്റെ വിലയാണോ ഇപ്പോൾ ഉള്ളത്? പച്ചക്കറിക്കടക്കം വില കൂടി, ചിക്കൻ അടക്കം വില കൂടി, ഗ്യാസിന് വില കൂടി, എല്ലാ സാധനങ്ങൾക്കും അവശ്യ സാധനങ്ങൾക്കും വില കൂടി, ടാക്സ് ഇനത്തിൽ വില കൂടി, എല്ലാത്തിലും വില കൂടി. നിങ്ങൾ എങ്ങനെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. 2012 പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 2012 നമുക്കുണ്ടായിരുന്ന ആ ഒരു ചെലവല്ല 2024 നമുക്കുള്ളത്. നമ്മുടെ കയ്യിൽ എത്ര സമ്പാദിച്ചിട്ടും കൈ നിൽക്കുന്നില്ല. കാരണം വരുമാനം അത്രേ ഉള്ളൂ, സാലറി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ ഈ ചെലവുകൾ ക്രമാതീതമായിട്ട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള 4 മേഖലകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ലോകത്ത് ജനങ്ങൾ വരുമാനം ഉണ്ടാക്കിയിരുന്ന 4 മേഖല. ഇതിലൂടെ നമുക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിലെ ആദ്യത്തെ ഒരു മേഖലയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഒരു മേഖലയാണ് എംപ്ലോയ്മെന്റ്, ജോലിക്ക് പോവുക, പണിക്ക് പോവുക എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക, ചെറുകിടമാകട്ടെ വൻകിടമാകട്ടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക. നാലാമത്തെ ഒരു ഓപ്ഷനാണ് അബ്രോഡ് പോവുക, വിദേശത്ത് പോയിട്ട് പണം ഉണ്ടാക്കുക. എന്താണ് ഇപ്പോഴത്തെ നമ്മളെ ഇന്ത്യയിലെ മെയിൻ 4 ടൈപ്പ് ഓഫ് ഇൻകം സോഴ്സിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് അഗ്രികൾച്ചർ ആണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന നാഷണൽ കലാമിറ്റീസുകൾ, പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇറക്കുന്ന പണത്തിന്റെ 10% പോലും തിരിച്ചെടുക്കാൻ പറ്റാതെ കർഷക ആത്മഹത്യകൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന് പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ഒരാള് പോലും സ്വന്തം മക്കളെ ഈ ഒരു കാർഷിക വൃത്തിയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മാറി. പക്ഷെ നമ്മളെ പൂർവികന്മാരെല്ലാം ജീവിച്ചിരുന്നത് ഈ മേഖലയിലായിരുന്നു. ഇതിവിടെ നടക്കുന്നില്ല ഇപ്പോ. ഇനി രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്, ഇതല്ലെങ്കിൽ ഞാൻ പണിക്ക് പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോട് പറയാനുള്ള ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്ത്യയിലോ അതിൽ കേരളത്തിലാണ് 48% തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നത്. അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും. എന്താണ് അൺഎംപ്ലോയ്മെന്റ്? പണിയില്ല, തൊഴിലില്ല. അണ്ടർ എംപ്ലോയ്മെന്റ്, പഠിച്ച മേഖലയിൽ ആർക്കും പണിയെടുക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇന്ന് ഗവൺമെന്റ് സെക്ടറിന്റെ അടുത്തോ പ്രൈവറ്റ് സെക്ടറിന്റെ അടുത്തോ വ്യക്തമായിട്ടുള്ള ഒരു ജോലി കൊടുക്കാൻ ആരെടുത്തില്ല. ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു, നിങ്ങൾ ഗവൺമെന്റ് ജോലി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം 2023 ഈ ഒരു പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി ഈ ബഡ്ജറ്റിൽ 600 കോടി മാറ്റി വെച്ചിട്ട് അത് കൊടുക്കണോ വേണ്ടേ തീരുമാനം എടുത്തിട്ടില്ല എപ്പോഴും. ആ ഒരു അവസ്ഥയിലേക്ക് ഗവൺമെന്റ് സെക്ടർ മാറിക്കഴിഞ്ഞു. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലോ ജോലിക്ക് ആളുകളെ എടുക്കുന്നത് നിലവിൽ വലിയ രീതിയിലുള്ള സാലറി വെച്ചിരുന്ന ആളുകളെ പിരിച്ചു വിട്ടുകൊണ്ട് ആ കാറ്റഗറിയിലേക്ക് 2-3 ആളുകളെ ചെറിയ വരുമാനത്തിന് അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സേഫ്? MBAയും BBAയും എല്ലാം പഠിച്ചു വന്ന ആളുകൾക്ക് ഇവിടെ ജ്വല്ലറിയിൽ ഡോർ തുറന്നു നടക്കാനും അല്ലെങ്കിൽ ഈ കൊറിയർ ബോയ് ആയി പ്രവർത്തിക്കാനും അല്ലാതെ ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള വരുമാന സ്രോതസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അതിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഓരോ വർഷവും 1,68,00,000 പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെന്റ് ആവട്ടെ, പ്രൈവറ്റ് സെക്ടർ ആവട്ടെ, NGOയുടെ അടുത്താട്ടെ, മതസംഘടന അടുത്താട്ടെ, എത്ര ആളുകളെടുത്ത് തൊഴിലുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും. ഇനി മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു ചെറുകിട ബിസിനസ് എന്തെങ്കിലും ഒരു ചെറുകിട അബ്രോഡ് പോവുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് അബ്രോഡ് പോവുക എന്നുള്ളത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. ഇവിടെ നമുക്ക് തൊഴിലില്ലാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മൈഗ്രേറ്റ് ചെയ്യും. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കും, എന്തെങ്കിലും ജോലിയുടെ അവസരമുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ട്രംപ് ഭരണത്തിൽ വന്നതോട് കൂടിയിട്ട് അവിടെ കയറി വന്നിട്ടുള്ള എല്ലാവരും പിരിച്ചുവിടണമെന്നാണ് ട്രംപിന്റെ ഒരു തീരുമാനം. നിങ്ങൾ പത്രമൊക്കെ നോക്കണമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ രാജ്യങ്ങളിലും അവിടെയുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളെ പിരിച്ചുവിടുക, ജോലിക്ക് വന്നിട്ട് അവിടെ തങ്ങി അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി കിട്ടുന്ന കുറെ ആളുകളുണ്ട്. എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് അബ്രോഡിൽ. സൗദി നോക്കുകയാണെങ്കിൽ സ്വദേശിവൽക്കരണം, ആ സ്വദേശിവൽക്കരണത്തിൽ ഇരയായ വ്യക്തിയാണ് ഞാൻ. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിരുന്ന എന്നെ സ്വദേശിവൽക്കരണത്തിൽ അവിടുന്ന് ചവിട്ടി പുറത്താക്കി. അതുകൊണ്ട് എനിക്ക് ഇൻഡസ്ട്രി ആയിട്ട് ഞാൻ കഴിച്ചില്ലായി, അത് വേറെ വിഷയം. സോ ആ ഒരു അബ്രോഡ് എന്ന് പറയുന്നത് വളരെ സേഫ് അല്ലാത്ത, ഒരു കൺവീനിയന്റ് അല്ലാത്ത ഒരു മേഖലയായി മാറി. സ്വദേശിവൽക്കരണം, ഖത്തറിൽ സ്വദേശിവൽക്കരണം നടക്കുന്നു. ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റിൽ തദ്ദേശ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരെയും പിരിച്ചുവിടാനാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ പുതിയ നിയമം വന്നിട്ടുള്ളത്. എത്രയോ ആളുകളുടെ ജോലി ഇനിയും പോവാൻ കിടക്കുക, എത്രയോ ആളുകളുടെ തൊഴിൽ ഇനിയും നഷ്ടപ്പെടാൻ നിൽക്കുക. അപ്പൊ അബ്രോഡ് നമുക്കൊരു സേഫ് അല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്ഥലം വിറ്റിട്ടോ, വൈഫിന്റെ ഗോൾഡ് വിറ്റിട്ടോ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചാലോ നമ്മളെ സംഭവിക്കും ഇവിടുത്തെ കോർപ്പറേറ്റുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു. നിങ്ങളൊരു ബൈക്ക് എടുത്തിട്ടോ, നിങ്ങളൊരു കാറിലോ, ഇനി വേണ്ട ബസ്സിലാണെങ്കിലോ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കൂ. എത്രയോ കട കാലിയാക്കുന്നു, കട വിൽക്കപ്പെടുന്നു, കട മൊത്തമായിട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുകിട വ്യവസായക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലെത്തി. അതിന് പല കാരണങ്ങളുണ്ട്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റത്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ തൊഴിലിനെ ബാധിച്ചു. പിന്നെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരു ട്രെൻഡ് ആയിരുന്നു ചപ്പാത്തി കമ്പനി എന്ന് പറയുന്നത്. എല്ലാവരും ചപ്പാത്തി കമ്പനി ആയിരുന്നു. അതോടുകൂടി അതങ്ങ് നിലച്ചു. രണ്ടാമത് എല്ലാവരും തുടങ്ങി എല്ലാവരും ടെറഫ്, അതും തീരുമാനമായി. ഇപ്പൊ എല്ലാവരും തുടങ്ങുന്നത് പെട്രോൾ പമ്പാണ്. ഇപ്പോഴത്തെ സീസൺ അതാണ്, പെട്രോൾ പമ്പിന്റെ തുടക്കമാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ത് തുടങ്ങിയാലും അത് ഭയങ്കര കോമ്പറ്റീഷൻ ആവുകയും നമുക്കൊരു വരുമാന സ്രോതസ് ഇല്ലാതെ വരികയും ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ മാരകമായ മറ്റൊരു പണി വരാൻ പോകുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും 1% മാത്രമാണ് ലോകത്ത് പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? മെറ്റ ലക്ഷക്കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു. ഗൂഗിൾ 10,000-കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളത് 10,000-കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു. ഈ പിരിച്ചുവിട്ട ആളുകളൊക്കെ എവിടേക്കാ പോകുന്നത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവിടെ ഒരാളെ പിരിച്ചുവിട്ടാൽ, ഇന്ത്യയിൽ ഒരാളെ പിരിച്ചുവിട്ടാൽ 4 എന്ന കണക്ക്
അവരുടെ ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ഇന്ത്യ കണക്കൂട്ടുക. ഒരാളെ പിരിച്ചിട്ട് 4 പേർക്ക് വരുമാനം നഷ്ടപ്പെട്ടു. സോ ഈ സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ എന്ത് മേഖലയാണുള്ളത്? നമ്മുടെ മെയിൻ സെക്ടർ ആയിട്ടുള്ള 4 മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറക്റ്റ് സിറ്റുവേഷനിൽ, ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു ഇതിനെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഉണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, കണ്ടുപിടിക്കുന്നവർക്ക് പോംവഴികളുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. നമ്മൾ പഴയ കാര്യങ്ങൾ ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ തുടർന്ന് പിന്തുടർക്കാരായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കോടീശ്വരൻ നാട്ടിൽ ചെയ്യുന്ന ട്രഡീഷണൽ മാർക്കറ്റ് ആണോ ചെയ്യുന്നത്? അല്ല. അയാൾ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. വിട്ട റോക്കറ്റ് എങ്ങനെ തിരിച്ചു പിടിക്കാന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഡ്രൈവർ ഇല്ലാതെ എങ്ങനെ കാറേറ്റ് പോവാന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ജിയോയുമായും എയർടെലുമായിട്ടും കണക്ഷൻ ഉണ്ടാക്കി. സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ആ ഒരു വൈഫൈ കണക്ഷനുമായി വന്നു. അദ്ദേഹം ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന, കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. ഈ 3 കമ്പനി കൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കോടീശ്വരനായി. അപ്പൊ സാഹചര്യങ്ങളോ അവസരങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ കണ്ടുപിടിക്കാനിട്ടാ. സോ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു തരുന്ന ഒരു 3 അവസരങ്ങളുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഇന്റർനെറ്റ് അഥവാ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മേഖല. ഈ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാനും നിങ്ങൾക്ക് വളരുന്ന വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അത് ബിൽഗേറ്റ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് ദി ബിസിനസ്, ബിസിനസിന്റെ പുറത്താണെന്നാണ് ബിൽഗേറ്റ്സ് നമ്മളോട് പറഞ്ഞത്. സോ ഈ ഒരു ടെക്നോളജി ബേസ് ആയിട്ടുള്ള മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തമായ ശാശ്വതമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്, ഹെൽത്ത് ആൻഡ് വെൽനസ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ലാബുകളും ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളും വന്ന് കോടികളുടെ ടേൺ ഓവേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അന്ന് പോൾ ജെയിൻ വിൽസൺ 2000 കാലഘട്ടങ്ങൾക്ക് മുന്നേ പ്രവചിച്ചിട്ടുണ്ട്, ഇനി വരാൻ പോകുന്ന, ഇനി വന്ന് പടർന്ന് പന്തലിക്കാൻ പോകുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയുടെ പേരാണ് ദ വെൽനസ് റവല്യൂഷൻ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദ വെൽനസ് റവല്യൂഷൻ അഥവാ ഇനി വരാൻ പോകുന്ന മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ മേഖലയാണ്. ഹെൽത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലെ, ഹോസ്പിറ്റലുകളും ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളും. പക്ഷേ ഇനി ഒരൊറ്റ മേഖലയാണ് 65 വർഷം ഹൈ ഡെക്കേഡ്സിൽ വളരാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ് മേഖല എന്ന് പറയുന്നത്, അഥവാ പ്രിവെൻഷൻ മേഖല എന്ന് പറയുന്നത്. 2020 കൊറോണ വന്നപ്പോൾ നമുക്ക് ശരിക്കത് മനസ്സിലായതാണ് ഇനി വളരാൻ പോകുന്ന മേഖല ഇങ്ങനത്തെ ഒരു മേഖലയാണെന്നുള്ളത്. 2020 സ്ഥാപിതമായിട്ടുള്ള ഒരുപാട് കമ്പനികൾ അഥവാ വെൽനസ് മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് കമ്പനികൾ കോടികളുടെ ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. സോ ആ ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാനും മാറ്റം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇനി അവസാനത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അന്വേഷിക്കുന്ന, പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളോട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസർ ബിസിനസ് ഉണ്ട്, കേട്ടിട്ടില്ലേ നിങ്ങൾ? യൂട്യൂബ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബിസിനസ്സുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഫോളോവേഴ്സ് ഉണ്ടാവും. അവർ അതിലൂടെ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ അല്ല ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനകത്തുള്ള അവരുടെ ആളുകളെയാണ്, ജനങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇനി വളരാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ബാർട്ടർ സിസ്റ്റം കഴിഞ്ഞു, കറൻസി കഴിഞ്ഞു, ലോക്കൽ മാർക്കറ്റുകൾ കഴിഞ്ഞു, ഓൺലൈൻ ബിസിനസ്സുകൾ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നതല്ല, ഇപ്പോ നിലവിൽ വളർന്ന് കോടികളുടെ ആസ്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, കോടികളുടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അമിതാഭ് കാന്ത് IAS വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യു ആർ ഡൂയിങ് വെരി റെസ്പെക്ടബിൾ പ്രൊഫഷൻ. നിങ്ങൾ ചെയ്യുന്ന ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണോ, ഈ ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ആളുകൾ, കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ആളുകൾ രാജ്യത്തിന്റെ എക്കോണമി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, രാജ്യത്തിന്റെ എക്കണോമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം, കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ആളുകൾ. സോ ഈ 3-ൽ ഏതിൽ പ്രവർത്തിച്ചാലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സോ ഇതിൽ 3-ലും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എപ്പോൾ സെറ്റായി എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. സോ അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒരേ ഒരു കമ്പനിയുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ ഇനി കാലഘട്ടത്തിന്റെ ഒരു വരുമാന സ്രോതസ്സാണ്, ഇനി കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് ആണ്, ഇനി കാലഘട്ടത്തിന്റെ ഒരു വ്യാപാരമാണ് ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. അത് മനസ്സിലാക്കിക്കൊണ്ട് ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി. ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് ഇത്രയും വലിയൊരു ബിൽഡിംഗിൽ, ഓൺ ഓപ്പറേറ്റഡ് ബിൽഡിംഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇതിന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ
ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും പോയിട്ട് കാണാം. സോ അതിന്റെ ഒരു R&D ലബോറട്ടറിയും അതിന്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് പറയുകയാണെങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരമുള്ള ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും. ഇനി പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മാസം 5,50,000 യൂണിറ്റ് പെർ പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള നെലമംഗലത്ത് ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട 4 സർട്ടിഫിക്കേഷൻ ആണ്. കോശ സർട്ടിഫിക്കറ്റ്, ജൂത ക്രൈസ്തവ വിഭാഗക്കാർ ഉപയോഗിക്കുന്ന കോശ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് അപ്രോച്ച് ചെയ്തുള്ള GMP സർട്ടിഫിക്കേഷനും, CAAയുടെ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ്, സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് GST, ഞാൻ നേരത്തെ പറഞ്ഞു, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു, നിങ്ങളാണ് രാജ്യത്തിന് എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് GST എന്ന് പറയുന്നത്. ആ GST, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GST അടച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ GST ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിലിവറും ഡാബറുമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് ഇന്ന് ഏറ്റവും നമ്പർ 1 കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അവാർഡ് നേടിയ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ 43 രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. എന്താണ് നമ്മുടെ കമ്പനി വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ? 5 പ്രൊഡക്റ്റുകളെയും ഉള്ളൂ മക്കളെ. 500, 1000, 2000 പ്രൊഡക്റ്റുകളില്ല. പഠിക്കാനും സുഖം, കേൾക്കാനും സുഖം, മനസ്സിലാക്കാനും സുഖം. വളരെ പെട്ടെന്ന് ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽപ്പന നടത്താം. അതുപോലെ തന്നെ ലോകത്തുള്ള ഇപ്പോൾ 43 രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ കച്ചവടം ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു ബെറിയെ പരിചയപ്പെടുത്തിയ, ഈ ബെറിയുടെ പേരാണ് അസൈ ബെറി എന്നാണ് ഈ പറയുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു ക്വാളിറ്റിഡ് ആയിട്ടുള്ള ഒരു പഴമാണ് അസൈ ബെറി എന്ന് പറയുന്ന പഴം. ഇതിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഇത് കണ്ടുപിടിച്ച് നമ്മൾ ആരുമല്ല, നാസ, ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ അവരുടെ ആസ്ട്രോണേഴ്സിന് സ്കിൻ ക്യാൻസറും ഏജിങ്ങും സംഭവിക്കുന്ന സമയത്ത് അവരെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി അടക്കം 60ഓളം ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് നാസയാണ്. എന്നിട്ട് നാസ ഒരു സ്പേസ് ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് AS10, അമേരിക്കൻ സ്പേസ് ഡ്രിങ്ക് എന്ന് പറയുന്ന. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ അതിന്റെ ഒരു 100 ml 200 ml വില അന്വേഷിച്ച് നോക്കിയാൽ മതി. അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പ്രത്യേകത, ഈ അസൈ ബെറി എന്ന് പറയുന്ന പഴത്തിന്റെ പ്രത്യേകത, നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിംഗ് സപ്പോർട്ടർ ആണ്. എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണിറ്റി ഹെൽത്ത് സപ്പോർട്ടാണ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ കാർഡിയാക് സപ്പോർട്ടാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുള്ളത് ആ മേഖലയിലാണ്. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഈ അസൈ ബെറിക്കകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തണ്ണിമത്തന്റെ ഒരു ഈക്വൽ ആവണമെങ്കിൽ, ഇതിന് 100 ഗ്രാമുമായി ഈക്വൽ ആണെങ്കിൽ ഏകദേശം ഒരു 1027 തണ്ണിമത്തം നമ്മൾ കഴിക്കണം. കാരണം ആ ഒരു തണ്ണിമത്തന്റെ ഒറാക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അസൈ ബെറിയുടെ ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നത് 1027 മടങ്ങാണ്. അത്രയും ക്വാളിറ്റിയുള്ള ഈ പഴം ഉപയോഗിച്ചുകൊണ്ടും ഇന്ത്യയിലല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്ലക്ക് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള 14 ഫ്രൂട്ട്സുകളുടെ ഒരു സിനർജറ്റിക് ബ്ലെൻഡ് ആണ് iPulse എന്ന് പറയുന്ന ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇന്ത്യയിലെ സൂപ്പർ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ 30 ml നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനകത്ത് 60 ml ഒരു ദിവസം കൊടുത്താൽ 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ച ബെനിഫിറ്റ് ശരീരത്തിനകത്ത് കിട്ടുമെന്ന് ക്ലിനിക്കലി സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം അത് കൊടുക്കുകയും ശരീരത്തിൽ എന്താണോ ആവശ്യമില്ലാത്തത് അതിനെ പുറന്തള്ളാനും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ്, ആ പ്രൊഡക്റ്റ് പറയുന്നതിന് മുന്നേ ഒരു ഹെർബിനെ കൂടെ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ പേരാണ് ഏകനായകം എന്ന് പറയും. അതിന് സെലേഷ്യ റെറ്റിക്കുലേറ്റ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം പറയുന്നത്. ഈ ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ നമുക്കുണ്ടാകുന്ന മധുമേഹ, പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വ്യക്തമായിട്ടുള്ള പരിഹാരമുണ്ട് എന്ന് ചരക സംഹിതയിൽ ചരക മഹർഷി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആയുർവേദത്തിന്റെ പുരാതന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥം. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തമായിട്ടുള്ള ഏകനായകം ആരും കൃഷി ചെയ്യപ്പെടുന്നില്ല. കാടുകളിൽ കിട്ടുന്ന ഈ ഏകനായകം പറിച്ചു കൊണ്ടുവന്ന് കൊത്തു കഷായക്കടയിൽ വെച്ചിട്ട് വിൽക്കുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട്
പച്ചച്ചെടികൾ വളരുന്നുണ്ട്, നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് തിളപ്പിച്ച് കുടിക്കാൻ നമ്മുടെ വായിലത്തൂടെ ഇറങ്ങൂല ആ സാധനം. പക്ഷെ കമ്പനി അത് മനസ്സിലാക്കിക്കൊണ്ട് കമ്പനി എന്ത് ചെയ്തു, ഇതിനകത്ത് ഏകനായകത്തിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് അതിനകത്ത് ഡയബറ്റീസിനെ ബാലൻസ് ചെയ്യുന്ന അതിന്റെ മോളിക്യൂൾസ് ആയ സാലിസിറ്റാളിനെ മാത്രം വേർതിരിച്ചെടുത്ത്. അത് വേർതിരിച്ചെടുക്കാനുള്ള കാരണം നമ്മുടെ കമ്പനിക്ക് R&D ലബോറട്ടറി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് 22,000 ഏക്കറിൽ കൾട്ടിവേഷൻ ഉണ്ട്. കൃഷി ചെയ്തെടുത്ത് ഏകനായകത്തിനകത്തുനിന്നും ഈ സാധനത്തിനെ എടുത്ത് ലോകത്ത് പാറ്റന്റ് ചെയ്ത ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. അത് നമ്മുടെ കമ്പനിയാണ്. ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ സാലിസിറ്റാളിന്റെ പാറ്റൻസ് ഉള്ളൂ. സോ ഈ സാലിസിറ്റാൾ ഉപയോഗിച്ചുകൊണ്ട് ഏകനായകത്തിന്റെ ആ ക്വാളിറ്റി ഉള്ള സാലിസിറ്റാൾ ഉപയോഗിച്ചുകൊണ്ട് നായ്ക്കറിന പരിപ്പും അതുപോലെ കൂർഗിലെ നമ്പർ 1 കോഫി ബീൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വേൾഡിൽ റെവല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് iCoffee എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്കും ഉണ്ട്, ക്രീമറും ഉണ്ട്, കട്ടൻ കാപ്പി ഉണ്ട്, പാലുള്ളതുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സോ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി അടിക്കുന്ന ഇൻസുലിന്റെ കൂടെയും കുടിക്കുന്ന മെഡിസിന്റെ കൂടെയും രാവിലെയും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഇത് കൺസ്യൂം ചെയ്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും ആൽഫ ഗ്ലൂക്കോസൈഡ് ആക്കി മാറ്റി ശരീരത്തിന് പഞ്ചസാരയെ നേർപ്പിച്ച് നമുക്കൊരു ക്വാളിറ്റി ഇല്ലാത്ത പഞ്ചസാര ശരീരത്തിനകത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഡയബറ്റീസുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആഫ്റ്റർ സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ, ഡയബറ്റിക് റെറ്റിനോപ്പതി ആവട്ടെ, ഡയബറ്റിക് നെഫ്രോപ്പതി ആവട്ടെ, ഡയബറ്റിക് ന്യൂറോപ്പതി ആവട്ടെ, എല്ലാത്തിനെയും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലല്ല വേൾഡിലെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഗ്രാജുവലി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇൻസുലിനെയും ടാബ്ലറ്റിനെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 12 വർഷമായി ലോകരാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ലക്ഷക്കണക്കിന് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ iCoffee എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് iSlim Flat Dummies. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടമ്മി ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ വയറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ FB3 ഫ്യൂഷൻ ഇൻഗ്രീഡിയന്റിൽ പുറത്തിറക്കിയ അനുസൃതമായ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് iSlim Flat Dummies എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 4 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. കുത്തിക്കലക്കി ഉണ്ടാക്കേണ്ട, ബ്ലെൻഡ് ചെയ്യേണ്ട, അത് മൂക്ക് പിടിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ചോക്കോബാർ സാവകാശം ചവച്ചരച്ച് കഴിച്ച് ഒരു ക്വാളിറ്റി ലൈഫ്, ഒരു ക്വാളിറ്റി വെയിറ്റിലേക്ക് നമുക്ക് എത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് iSlim എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാത്രിക്കത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യുക, ഈ ഒരു ചോക്കോബാർ സാവകാശം ചവച്ചരച്ച് കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഈ കുറഞ്ഞ വെയിറ്റ് പെട്ടെന്ന് തിരിച്ചു കയറില്ല. കാരണം പിന്നെ നിങ്ങൾ അത്രമാത്രം ഭക്ഷണം ഇൻടേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഒബേസിറ്റിയിലേക്ക് തിരിച്ചു വരുള്ളൂ. സോ ഒബേസിറ്റിയിലേക്ക് വർഷങ്ങളോളം നിങ്ങൾ പല സർക്കസ് കാണിച്ചിട്ടും കുറയാത്ത വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയാൻ പറ്റിയ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iSlim Flat Dummies എന്ന് പറയുന്നത്. 4ാമത്തെ പ്രൊഡക്റ്റ് ആണ് iGlow. ഇന്ന് ഒരുപാട് ആളുകൾ സൗന്ദര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഈ ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത്. കോടികളാണ് ഈ ഒരു മേഖലയിൽ ആളുകൾ ചെലവാക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മുഖത്ത് പുരട്ടുന്ന ലോബനങ്ങളും ക്രീമുകളും ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ നമുക്ക് സുപരിചിതമായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നു, ഏഷ്യയിലെ ആദ്യമായിട്ട് അകത്തേക്ക് കഴിക്കുന്ന ന്യൂട്രാക് കോസ്മെറ്റിക് കാറ്റഗറിയിൽപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കമ്പനി. ഇത് ഒരു 4 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ജസ്റ്റ് ഒരു കീറിയിട്ട് നമുക്കത് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു iGlow, ഭക്ഷണം ഡിന്നർ കഴിച്ച് നമുക്ക് ഒരു iGlow കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ സ്കിന്നിനെ റെജിവിനേറ്റ് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മുടെ ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നു, സ്കിന്നിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ചെറിയ പാടുകളെയും ബുദ്ധിമുട്ടുകളെയും കലകളെയൊക്കെ മായ്ച്ചു കളയാൻ പറ്റുന്ന, ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് മായ്ക്കാൻ പറ്റുന്ന ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iGlow എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മെയിൻ ഇൻഗ്രീഡിയന്റ് വിലപിടിപ്പുള്ള കാശ്മീർ ദ പ്രീമിയം കുങ്കുമമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കോജിക് ആസിഡും എൻസൈം ക്യൂട്ടനും അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതും നിങ്ങൾക്ക് ഒരു ബെറ്റർ ചോയ്സ് ആണ്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ അവർ പ്രോഡക്റ്റ് ഈസ് iCare എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ചെറിയ കുട്ടികൾ നമ്മൾ വലിയ ആളുകൾ വരെ ഉപയോഗിക്കുമ്പോഴല്ലേ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കമ്പനി ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ഓൺലി ഫോർ വുമൺ, ലേഡീസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ വിരാമത്തിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അവർക്ക് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള എല്ല് പൊള്ളയാകുന്നത് പോലുള്ള രോഗങ്ങളും അതുപോലെ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ഹോർമോൺ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടാകുന്ന അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലി ഫോർ ലേഡീസ് ആൻഡ് 35 ഏജ് അബോ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് iCare എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്
കുർക്കുമിനാണ്, മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിനാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും ക്വാളിറ്റി ഉള്ള 5 പ്രോഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് സപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ് ഇൻഡസ്വിവ നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്നത്. ഈ കമ്പനി ഒരുപാട് ആളുകൾക്ക് ആരോഗ്യവും സമ്പത്തും കൊടുക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ഇൻഡസ്വിവ മുന്നോട്ട് പോകുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആൻഡ് ഹെൽത്ത് ഓർ വെൽത്ത്. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്പത്തും സംരക്ഷിക്കണം. എപ്പോ അത് നഷ്ടപ്പെടുന്നതിന് മുന്നേ. ഇപ്പൊ നിലയിൽ നിങ്ങൾ എന്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ കമ്പനിയുടെ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങി വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ബൈ ഇൻഡസ്വിവ ഫോർ ഓൾ ഇന്ത്യൻസ്. ആരൊക്കെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റികൾ സെർച്ച് ചെയ്യുന്നു അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഓൺലി വിവ ബിസിനസ് ഓണേഴ്സിന് മാത്രമേ ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടൂ, ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടൂ. എന്താണ് വിവ ബിസിനസ് ഓണേഴ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു അവസരം കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഈ പ്രൊഡക്റ്റുകൾ എനിക്ക് ആവശ്യമുണ്ടല്ലോ, എന്റെ വേണ്ടപ്പെട്ടവർക്ക് ആവശ്യമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു B2C ബിസിനസ് ആയിട്ട് ഇത് ആരംഭിക്കാം. അഥവാ ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക്, അതിനെ ഞങ്ങൾ പറയുന്ന പേര് വിവ റീറ്റെയിലർ ആയിട്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കമ്പനിയിൽ നിന്ന് നേരിട്ടെടുത്ത് നിങ്ങൾക്ക് ഒരു കസ്റ്റമറിലേക്ക് വിൽക്കുകയാണെങ്കിൽ 500 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് നിങ്ങൾ വെറും കസ്റ്റമർ ആയിക്കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കൊണ്ട് ഇങ്ങനെ പോകേണ്ടി വരും. പക്ഷെ ഓൺലി വിവ ബിസിനസ് ഓണർ ക്യാൻ ഡു. എന്താണ് വിവ ബിസിനസ് ഓണർ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് B2B ആണ്, ബിസിനസ് ടു ബിസിനസ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ ആളുകൾ ചെയ്ത സാധനം B2B ആണ്. B2 കസ്റ്റമേഴ്സ് അല്ല, B2B, ബിസിനസ് ടു ബിസിനസ്. ഒരു ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും മാത്രമായിട്ടുള്ള ഒരു അവസരമാണ് B2B എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ 4 പറയുന്ന കാറ്റഗറിയിൽ ആരൊക്കെയുണ്ടോ അവർക്ക് സ്യൂട്ടബിൾ ആണ് ഈ ബിസിനസ്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഒരു ജോബ് സീക്കേഴ്സ്, ഒരു ജോലി അന്വേഷകൻ. ജോലി വേണ്ടവരല്ല, ജോലി ആവശ്യമുള്ളവരല്ല, ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും. ഒരുപാട് ആളുകൾ അൺഎംപ്ലോയ്മെന്റും അണ്ടർഎംപ്ലോയ്മെന്റുമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി ഞാൻ പറയും നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും MDMA ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ലൈഫ് ഹോമിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു വരുമാന സ്രോതസ്, ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ B2B എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി എക്സ്ട്രാ ഇൻകം, നിലവിൽ നല്ല ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള കൂടുതൽ ഉണ്ടാവുന്നില്ല. കാരണം വളരുന്ന വരുമാനമല്ല അവർ ചെയ്യുന്നത്. 25,000 30,000 മാസ വരുമാനം കിട്ടുന്ന ആളുകളാണ്, പക്ഷെ അവർക്ക് വരുമാനം കൂടുന്നില്ല, ചെലവുകൾ കൂടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ബിഗ് തിങ്കേഴ്സ്. വലിയ വലിയ ആഗ്രഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, ആശകളുള്ള. അപ്പൊ വീട് വെക്കണം, ആ വീട് ഇന്ന സ്ക്വയർ ഫീറ്റിൽ വേണം, അതിനേക്കാൾ എനിക്ക് വണ്ടി വാങ്ങണം, അത് ഇന്ന വണ്ടികളാണ്. അങ്ങനെയൊക്കെയുള്ള ബിഗ് തിങ്കേഴ്സ് നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ യുവാക്കളും യുവതികളും ഉണ്ട്, ബിഗ് തിങ്കേഴ്സ് ആയിട്ടുള്ള. അവർക്കും എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ പറ്റും. ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ക്ലിയർ ഡെപ്റ്റ്സ്, കടം വീട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയോ ഒക്കെ കടം ഉണ്ടാവും. പക്ഷെ ചെയ്യുന്ന വരുമാനത്തിലൂടെ അത് വീട്ടാൻ പോയിട്ട് അതിലേക്ക് ഒരു 10 രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് വളരെ ചുരുങ്ങിയ ഷോർട്ട് ടൈം കൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റി അവരുടെ കടങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് 100% ഉറപ്പ് നൽകും. കാരണം 22ാമത്തെ വയസ്സിൽ 92 ലക്ഷം രൂപ കടമുള്ള വ്യക്തി ഇന്ന് ഈ ബിസിനസ്സിലൂടെ 6 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ 92 ലക്ഷം രൂപ കടം വീട്ടിയിട്ടുണ്ടെങ്കിൽ, 16 ലക്ഷം രൂപ കടമുള്ള ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ ഒന്ന് 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കടം വീട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മാത്രമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് വിവ നിങ്ങളുടെ മുന്നിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ന് ഈ 3 ഡയമെൻഷൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതിലെന്താണ്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ടീമായിട്ടുള്ള ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്ത് തരാനും പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കാനും എല്ലാം നിങ്ങൾക്ക് ഈ കമ്പനി, ഈ ഒരു ടീം നിങ്ങളെ കൂടെ ഉണ്ടാവും. അതുപോലെ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് ട്രെയിനിങ്ങുകൾ തരാനും പ്രൊഡക്റ്റ് വിൽക്കാനും നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. സോ ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരാനും വരുമാനം എത്തിച്ചു തരാനും നമ്മുടെ ലീഗൽ കാര്യങ്ങൾ നോക്കാനും കമ്പനി നമ്മുടെ കൂടെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ബിസിനസ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് എന്റെ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, VBO എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിങ്ങൾ എത്തി.
ഇനി നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങളുടെ നെയ്ബേഴ്സിലോ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, തുല്യമായിട്ട് ഈ അവസരങ്ങൾ വീതിച്ചു കൊടുത്ത് അവരെയും കൂടി നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 13,000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 13,000 രൂപ നിങ്ങൾ ഉണ്ടാക്കിയാൽ അടുത്ത വീക്കിൽ ആ 13,000 രൂപ നിങ്ങളുടെ കൂടെ വന്ന ആളുകൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എവിടെയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുക? നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ഉണ്ടാക്കി പിന്നെ ദുനിയാവിൽ ആർക്കും ഉണ്ടാക്കി കൊടുക്കില്ല നമ്മൾ. അങ്ങനത്തെ കോമ്പറ്റീഷൻ ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നിങ്ങൾ ആ വീക്കിൽ ഒരു 13,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. 2 പേർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ 2 ടീമിനെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പറയുന്ന 4 കാറ്റഗറിയിലെ ആളുകളെ നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് 2 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്ത് നിങ്ങൾ അതിലൂടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ ഓളിയത്തിന് നിങ്ങൾ ഇവിടെ കമ്പനി നോക്കുക, GV എന്നാണ്, ഗ്രൂപ്പ് ഓളിയം. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു 1,500 ഗ്രൂപ്പ് ഓളിയം. നിങ്ങളുടെ ടീമിലുള്ള മൊത്തം ആളുകളെല്ലാം കൂടി ഒരു 60 പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ ഒരാഴ്ച വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,500 ഗ്രൂപ്പ് ഓളിയം കിട്ടും. 1,800 ഗ്രൂപ്പ് ഓളിയമാണ് നിങ്ങളുടെ മറു സൈഡിൽ വരുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യില്ല. ആകെ മാച്ച് ചെയ്യുന്നത് 1,500 ഗ്രൂപ്പ് ഓളിയം മാച്ച് ചെയ്തുകൊണ്ട് 15,000 രൂപ വരും. പക്ഷെ ഇതിനകത്തൊരു 300 കൂടുതൽ വന്നിട്ടില്ലേ? ആ 300 ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അടുത്ത വീക്കുകളിലേക്ക് കമ്പനി എന്ത് ചെയ്യും? ഈ പറഞ്ഞ 300 മാറ്റിവെക്കും. എവിടെയാണോ കുറവ് വരുന്നത് അവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം അയച്ചു തരും. നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങൾ പറയുന്ന ഈ ഫസ്റ്റ് ഓർഗനൈസേഷനും സെക്കൻഡ് ഓർഗനൈസേഷനും കൂടി വിറ്റ പ്രോഡക്റ്റുകളുടെ ടോട്ടൽ കണക്കെടുത്തുകൊണ്ട് 5,000 ഗ്രൂപ്പ് ഓളിയമാണ് നിങ്ങൾക്ക് ഒരു വീക്കിൽ വരുന്നതെങ്കിൽ ആ ആഴ്ച നിങ്ങളുടെ വരുമാനം വീക്കിലി 7 ഡേയ്സിലെ വരുമാനം 50,000 രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. അത് നിങ്ങൾക്ക് ഒരു 10,000 ഗ്രൂപ്പ് ഓളിയമായി മാറിക്കഴിഞ്ഞാൽ 1,00,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. സോ ഇനി നിങ്ങൾക്കത് ഏറ്റവും 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടീമിനകത്തിലൂടെ ഒരു 1000 പ്രോഡക്റ്റുകളുടെ കച്ചവടം നടത്തുന്ന 2 ഓർഗനൈസേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്താൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അന്ന് നിങ്ങൾക്ക് ആ വീക്കിലി നിങ്ങൾക്ക് കിട്ടുക 2,50,000 രൂപയാണ് നിങ്ങൾക്ക് വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, 1980 കാലം മുതൽ 2020 വരെ ഓരോ 20 വർഷവും നമ്മൾക്ക് 10 മടങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 2020 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് 1 ലക്ഷമാണെങ്കിൽ 2040 നമുക്ക് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ചെലവ് വരും. ആ 10 ലക്ഷം രൂപ നമുക്ക് ഈ പറയുന്ന 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഏൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാത്രമായ അവസരമാണ്. നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞത് വീക്കിലി 2.5 lakhs, മന്ത്ലി 10 lakh rupees നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരം. ഒരു 2 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഒരു VBO ആകാം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വിവ ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു 4 പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ സാധിച്ചാൽ, വാങ്ങലല്ല കേട്ടോ കച്ചവടം, വാങ്ങി വിൽക്കലാണ് കച്ചവടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചാൽ അത് വിൽക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് തരും. എങ്ങനെ കൺവിൻസ് ചെയ്യണം, എങ്ങനെ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ആളുകളുമായിട്ട് സംസാരിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കും. 4 പ്രോഡക്റ്റുകൾ വെച്ച് നിങ്ങൾ 3 വ്യക്തികൾക്ക് ഈ പ്രോഡക്റ്റുകൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ബിക്കം എ VBO. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി VBO. നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഇൻഷുറൻസ് കവറേജുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇന്റർനാഷണൽ ട്രിപ്പുകളും നാഷണൽ ട്രിപ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും? കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ ഒരു 3 ഡിഫറെന്റ് കസ്റ്റമറിലേക്ക് ഒരു 4 പ്രൊഡക്റ്റുകൾ വെച്ച് വിറ്റാൽ മാത്രം നിങ്ങൾ ഈ ബിസിനസ്സിലെ VBO ആകും. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഓർഗനൈസേഷൻ അഥവാ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മാത്രം ഉണ്ടാക്കിയത് 12 കോടീശ്വരന്മാരെയാണ്. അദ്ദേഹമാണ് മിസ്റ്റർ ജീവാനന്ദ് എന്ന് പറയുന്ന വ്യക്തി. ഈ ബിസിനസ് ഏറ്റെടുത്ത് മിസ്റ്റർ മുഹമ്മദ് അലി സാറിലേക്കും മിസ്റ്റർ രാജേഷ് കുമാർ സാറിലേക്കും ഈ ബിസിനസ് സ്പ്രെഡ് ചെയ്തതോടുകൂടി ഒരുപാട് നമ്മളെ പോലുള്ള യുവാക്കൾ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഇന്ന് 24-ാമത്തെ വയസ്സിൽ 1,14 ലക്ഷം രൂപ വാങ്ങിയ മിസ്റ്റർ മിഥിലാജ് നെടുമ്പള്ളിയും 26-ാം വയസ്സിൽ ഇന്ന് 1 കോടിയല്ല 2 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയ മിസ്റ്റർ മുഹമ്മദ് ഉനൈസും ഇന്ന് ഈ ഒരു ഓർഗനൈസേഷനിലെ പുലികളായി മാറിയിട്ടുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിലൂടെ ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. 100 ക്രോർപതീസിനെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഉണ്ടാക്കിയ കമ്പനിയാണ്. അത് ചങ്കുറപ്പോടെ പച്ചയോടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന് കാരണം നമ്മൾ MRPയിലാണ് പ്രൊഡക്റ്റുകൾ ബില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നാഷണൽ ട്രിപ്പുകളും ഇന്റർനാഷണൽ ട്രിപ്പുകളും നിങ്ങൾക്ക് ഒരുപാട് കമ്പനി തരുന്നുണ്ട്. നിങ്ങൾ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങി നിങ്ങൾ സ്റ്റാർ 1000 എന്ന് പറയുന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള ഒരു 3 days ട്രെയിനിങ്, അടിച്ചുപൊളി പ്രോഗ്രാമും കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക്
2.5 ലക്ഷം രൂപ നിങ്ങൾ പ്രോഫിറ്റ് ഏൺ ചെയ്താൽ കമ്പനി നിങ്ങളെ ഫ്രീ ആയിട്ട് തായ്ലാൻഡിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ഏപ്രിൽ മാസത്തിൽ 2500 ആളുകൾ തായ്ലാൻഡിലേക്ക് പോകാൻ ഞങ്ങളുടെ പാസ്പോർട്ട് കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിത്ത് ഫാമിലിയുടെ കൂടെ ഫ്രീ ആയിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് നമുക്ക് കമ്പനി തരികയാണ്. അത് നിങ്ങൾ 7.5 ലക്ഷം രൂപ വരുന്ന പേൾ എക്സിക്യൂട്ടീവിലേക്കുമ്പോൾ നിങ്ങൾക്ക് മലേഷ്യയിലേക്കും, എമറാൾഡിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്കും, സഫയറിൽ നിങ്ങൾക്ക് ദുബായിലേക്കും, ഡയമണ്ട് എന്ന് പറയുന്ന 1 കോടി രൂപ നിങ്ങൾ പ്രോഫിറ്റ് വാങ്ങിയാൽ നിങ്ങളെ കമ്പനി സിംഗപ്പൂരിലേക്കും സ്റ്റാർ ക്രൂയിസിലേക്കുമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു പാൻ കാർഡ്, ഒരു ആധാർ കാർഡ്, ഒരു പാസ്ബുക്ക്, നല്ല നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഇന്ന് കമ്പനിയുടെ ഈ തീരുമാനം, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ, നമ്മുടെ ഒരു ടീം ജീവനാനന്ദിന്റെ തീരുമാനം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈമിൽ 100 കോടീശ്വരന്മാരെ ഈ ഒരു കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എ ലൈഫ് ഡിസിഷൻ ഈക്വൽ ടു എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ വഴിയെടുക്കുന്ന തീരുമാനം നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സാകും. ആന്റണി റോബിൻസൺ സാർ പറഞ്ഞ പോലെ ഇൻ ദ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഈ ഷേപ്പ്ഡ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ വിധി നിർണ്ണയിക്കും. 1000 ഐഡിയകൾ പറഞ്ഞു തരാനും 1000 ഉപദേശങ്ങൾ പറഞ്ഞു തരാനും എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷേ നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു മാർഗമുള്ള, അല്ലെങ്കിൽ നല്ല ഗംഭീരമായിട്ട് നമുക്ക് വളരാൻ പറ്റിയ ഒരു മേഖല, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ബന്ധുവോ സുഹൃത്തോ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. സോ അങ്ങനത്തെ ഒരു സുഹൃത്തും ബന്ധുവും വിളിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കേട്ടെങ്കിൽ ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതിന് ഈ ഒരു പുണ്യമാസത്തിൽ സർവശക്തനായിട്ടുള്ള ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ജയ് ഹിന്ദ്.